വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയിൽ കേരള ബഡ്ജറ്റ് മാനുവലിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയാശംസകൾ. എസ്റ്റിമേറ്റ് പരിശോധനയ്ക്കായി തൻവർഷത്തിലെ ആദ്യ 5 മാസത്തിലെയും മുൻ വർഷത്തെ യഥാർത്ഥ ചെലവും ധനകാര്യവകുപ്പിന് എവിടെ നിന്നും ലഭിക്കും? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന്. ബഡ്ജറ്റിൽ റവന്യൂ വരവു ചെലവുകളുടെ സംക്ഷിപ്തരൂപം ശതമാനക്കണക്കിൽ എന്തിനോട് അനുബന്ധിപ്പിച്ചിരിക്കുന്നു? ഉത്തരം ബഡ്ജറ്റിന്മേലുള്ള എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെടാത്ത ചെലവുകളുടെ എസ്റ്റിമേറ്റ് നിയമസഭയിൽ ഏത് രൂപത്തിലാണ് സമർപ്പിക്കുന്നത്? ഉത്തരം ഗ്രാന്റുകളുടെ ഡിമാൻഡ്. ബഡ്ജറ്റിൽ ഓരോ ഹെഡിലും പെടുന്ന വരവു ചെലവു കണക്കുകളുടെ സ്വഭാവം സൂചിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. സർക്കാരിന്റെ ആസ്തി ബാധ്യതകളുടെ സ്റ്റേറ്റ്മെന്റ് ഏത് ബഡ്ജറ്റ് രേഖയുമായി അനുബന്ധപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം ബഡ്ജറ്റിന് മേലുള്ള എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. നിയമസഭയിൽ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് അവതരിപ്പിക്കുന്നതിന് ആരുടെ ശുപാർശ ആവശ്യമാണ്? ഉത്തരം ഗവർണറുടെ. മേജർ ഹെഡുകളിലുള്ള പ്ലാൻ നോൺ പ്ലാൻ ചെലവുകളുടെ താരതമ്യ പഠനം ഏത് ബഡ്ജറ്റ് രേഖയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബഡ്ജറ്റിന്മേലുള്ള എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചെലവ് ഏജൻസി സബ്ജക്റ്റിൽപ്പെടുമോ? ഉത്തരം ഇല്ല. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്നാൽ എന്ത്? ഉത്തരം സർക്കാരിന്റെ സാമ്പത്തികവും അല്ലാതെയുമുള്ള നടപടികൾ അവതരിപ്പിക്കുന്നത്. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആവിഷ്കരിച്ച് നടപ്പാക്കിയതാര്? ഉത്തരം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് സംസ്ഥാനത്ത് നടത്തുന്നതിനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തിയത് എന്ന്? 1970-71. സംസ്ഥാനത്ത് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആദ്യമായി നടപ്പിലാക്കിയ ഡിപ്പാർട്ട്മെന്റ്? ഉത്തരം പൊതുമരാമത്ത് വകുപ്പ്. സർക്കാർ പ്രവർത്തനങ്ങളെ എങ്ങനെ അർത്ഥവത്തായി തരം തിരിച്ചിരിക്കുന്നു? ഉത്തരം പെർഫോമൻസ് ബഡ്ജറ്റിംഗ് മുഖേന. അഡ്മിനിസ്ട്രേഷന് റിഫോംസ് കമ്മീഷൻ കേന്ദ്രത്തിൽ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നടപ്പാക്കിയത് എന്ന്? ഉത്തരം 1968 ജനുവരി. പെർഫോമൻസ് ബഡ്ജറ്റിംഗിന്റെ പ്രാമുഖ്യം എന്ത്? ഉത്തരം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം അവലോകനം നടത്തുക. പെർഫോമൻസ് ബഡ്ജറ്റിംഗിന് എത്ര ഭാഗങ്ങളുണ്ട്? ഉത്തരം 3 ഭാഗം. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആര്? ഉത്തരം ധനകാര്യ വകുപ്പ് മന്ത്രി. ധനകാര്യവകുപ്പ് മന്ത്രി എന്നാണ് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഉത്തരം ഗവർണർ നിശ്ചയിക്കുന്ന തീയതിയിൽ. ആരാണ് നിയമസഭ മുമ്പാകെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ആയതിനു മേലുള്ള പ്രത്യേകതകൾ വിവരിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ധനകാര്യവകുപ്പ് മന്ത്രി.
ബഡ്ജറ്റിന്റെ അച്ചടിച്ച കോപ്പികൾ കംട്രോളർ ഓഡിറ്റർ ജനറലിന് അയച്ചു കൊടുക്കുന്നത്? ഉത്തരം ധനകാര്യ വകുപ്പ്. ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസം ബഡ്ജറ്റിന്മേൽ ചർച്ച നടത്തുമോ? ഉത്തരം ചർച്ച നടത്തുന്നതല്ല. ബഡ്ജറ്റിന്മേൽ ചർച്ച അനുവദിക്കുന്നത് എന്ന്? ഉത്തരം സ്പീക്കർ അനുവാദം നൽകുമ്പോൾ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും തുക വക മാറ്റുന്നത്? അപ്രോപ്രിയേഷൻ ആക്ട് പ്രകാരം. അപ്രോപ്രിയേഷന് ബിൽ പാസാക്കുന്നത്? ഉത്തരം നിയമസഭ. നിയമസഭ പാസാക്കുന്ന അപ്രോപ്രിയേഷന് ബിൽ ആരുടെ അനുമതിക്കാണ് അയക്കുന്നത്? ഉത്തരം ഗവർണറുടെ. നിയമാനുസരണം നടത്തുന്ന അപ്രോപ്രിയേഷനിലൂടെയല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും തുക പിൻവലിക്കുവാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 204. പുതിയ സാമ്പത്തിക വർഷം എസ്റ്റിമേറ്റഡ് തുക ചെലവഴിക്കുന്നതിന് നിയമസഭ മുൻകൂർ ആയി നൽകുന്ന അഡ്വാൻസ് ഗ്രാന്റ്? ഉത്തരം വോട്ട് ഓൺ അക്കൗണ്ട്. ഒരു അപ്രോപ്രിയേഷൻ എപ്പോഴാണ് ലാപ്സായി പോകുന്നത്? ഉത്തരം സാമ്പത്തിക വർഷം കഴിയുമ്പോൾ. മാർച്ച് 31 ശേഷം തുക ചെലവഴിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള വോട്ട് ഓൺ അക്കൗണ്ട് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? ഉത്തരം 206(1). ഒരു സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ഗ്രാന്റുകൾ എന്ന് ലാപ്സാകും? ഉത്തരം മാർച്ച് 31. അപ്രോപ്രിയേഷന് ബില്ലുകൾ പാസാക്കുന്നതിന് മുൻപായി സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തുക ചെലവു ചെയ്യുന്നതിനുള്ള അഡ്വാൻസ് ഗ്രാന്റ്? ഉത്തരം വോട്ട് ഓൺ അക്കൗണ്ട്. എല്ലാ അപ്രോപ്രിയേഷനുകളും എപ്പോൾ ലാപ്സാകും? ഉത്തരം സാമ്പത്തിക വർഷം കഴിയുമ്പോൾ. അപ്രോപ്രിയേഷന് ബില്ലുകൾ പാസാക്കുന്നതിനു മുമ്പായി പണം ചെലവഴിക്കുന്നതിന് നിയമസഭ നൽകുന്ന അനുവാദം? ഉത്തരം വോട്ട് ഓൺ അക്കൗണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ഭാഗമല്ലാത്ത അടിയന്തര ചെലവുകൾ നടത്തുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുവാദം നൽകുന്നത്? ഉത്തരം നിയമസഭ. വകയിരുത്തപ്പെട്ട തുകയുടെ വിതരണം നടത്തുന്നതിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥൻ? ഉത്തരം ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. ഒരു സംസ്ഥാനത്തിന്റെ അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഗ്രാന്റ്? ഉത്തരം വോട്ട് ഓഫ് ക്രെഡിറ്റ്. ബഡ്ജറ്റിന്റെ നടത്തിപ്പ്? ഉത്തരം ഉദ്യോഗസ്ഥർ മുഖേന. അപ്രോപ്രിയേഷൻ എന്നാൽ എന്ത്? ഉത്തരം ഒരു പ്രത്യേക ആവശ്യത്തിനായി ബഡ്ജറ്റിൽ മാറ്റിവയ്ക്കപ്പെട്ട പദ്ധതി വിഹിതം. 5 ടയർ സമ്പ്രദായത്തിൽ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്നത് ഏത്? ഉത്തരം ഡീറ്റെയിൽഡ് ഹെഡ്. ബിൽഡിംഗ്സ് എന്ന ഹെഡിൽ റീ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനായി സറണ്ടർ ചെയ്ത തുക വിതരണം നടത്തുന്നതിനുള്ള അധികാരി? ഉത്തരം ചീഫ് എഞ്ചിനീയർ ബിൽഡിംഗ്സ്. യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഏത്? ഉത്തരം ഡീറ്റെയിൽഡ് ഹെഡ്. പാർലമെന്ററി സർക്കാർ സംവിധാനത്തിൽ ചെലവുകൾ നിയന്ത്രിക്കുന്ന ഏജൻസികൾ എത്ര? ഉത്തരം 3 ഏജൻസികൾ. പബ്ലിക് എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കുന്നത്? ഉത്തരം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഓഡിറ്റ്. പൊതുചെലവിൽ നിയന്ത്രണം നിർവഹിക്കുന്നത്? ഉത്തരം നിയമസഭ.
അപ്രോപ്രിയേഷന് മേലുള്ള നിയന്ത്രണം ആരുടെ പ്രത്യേക ഉത്തരവാദിത്വമാണ്? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് മേധാവിയുടെ. വിതരണ ഉദ്യോഗസ്ഥൻ ചെലവുകൾ ട്രഷറി കണക്കുമായി ഒത്തുനോക്കി പൊരുത്തപ്പെടുത്തി എപ്പോഴാണ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് നിയന്ത്രണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കേണ്ടത്? ഉത്തരം പ്രതിമാസം. പേ സ്ലിപ്പ് നൽകുന്നത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ചെലവിന്റെ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവിനെ 2 ഡിപ്പാർട്ട്മെന്റുകൾ ആയി വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെ? ഉത്തരം ധനകാര്യവകുപ്പും അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പും. വാണിംഗ് സ്ലിപ്പ് നൽകുന്നതാരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. പദ്ധതി വിഹിതത്തിൽ അധികരിച്ച് ചെലവ് ഉണ്ടാക്കുകയോ പ്രതീക്ഷിച്ചതിലും അധികം വേഗത്തിൽ ചെലവാക്കുകയോ ചെയ്താൽ അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന സ്ലിപ്പ്? ഉത്തരം വാണിംഗ് സ്ലിപ്പ്. അക്കൗണ്ടന്റ് ജനറൽ വാണിംഗ് സ്ലിപ്പ് നൽകുന്നത് ആർക്കാണ്? ഉത്തരം ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കും ധനകാര്യ വകുപ്പിനും. പദ്ധതി വിഹിതത്തിലും അധികരിച്ച് ചെലവുണ്ടാക്കുന്ന പ്രവണത കണ്ടാൽ അക്കൗണ്ടന്റ് ജനറൽ കൺട്രോളിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എങ്ങനെ? ഉത്തരം വാണിംഗ് സ്ലിപ്പ് മുഖേന. അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്നത് എന്തിനെ ലക്ഷ്യമാക്കുന്നു? ഉത്തരം ചെലവ് നിയന്ത്രിക്കുന്നതിനെ. അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്തിനെ നിയന്ത്രിക്കുന്നു? ഉത്തരം ട്രഷറിയിൽ നിന്നും പദ്ധതി വിഹിതത്തിൽ അധികരിച്ച തുക പിൻവലിക്കാൻ അനുവദിക്കാതെ നിയന്ത്രിക്കുന്നു. അപ്രോപ്രിയേഷൻ കൺട്രോൾ ആർക്കൊക്കെ ബാധകമാണ്? ഉത്തരം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും. ചെക്ക് മുഖേന ട്രഷറിയിൽ നിന്നും മൊത്തത്തിൽ തുക പിൻവലിക്കുന്ന സമ്പ്രദായം? ഉത്തരം ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഒരു ബില്ല് പേയ്മെന്റിനായി ട്രഷറിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ട്രഷറി ഓഫീസർ അപ്രോപ്രിയേഷൻ സംബന്ധമായി നടത്തുന്ന പരിശോധന എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ? ഉത്തരം 1 ഏപ്രിൽ 1974. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിന് ഒരു ഉദാഹരണം? ഉത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു തവണ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത് എത്ര കാലത്തേക്ക്? ഉത്തരം 3 മാസത്തേക്ക്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരമുള്ള തുക ലാപ്സാകുന്നത് എപ്പോൾ? ഉത്തരം മാർച്ച് മാസത്തിൽ. പദ്ധതി വിഹിതം, ചെലവുകൾ, പ്രതീക്ഷിത ചെലവുകൾ എന്നിവ വ്യക്തമാക്കുന്നതും ഡിസ്ബഴ്സിംഗ് ഓഫീസർ എഴുതി സൂക്ഷിക്കുന്നതുമായ രജിസ്റ്റർ? ഉത്തരം എക്സ്പെൻഡിച്ചർ രജിസ്റ്റർ. പദ്ധതി വിഹിതത്തിലും അധികരിച്ച് ചെലവ് ഉണ്ടാകാതെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്. റെന്റ്, റേറ്റ്സ്, ടാക്സസ് എന്നിവ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ പരിധിയിൽ വരുമോ? ഉത്തരം ഇല്ല.